ഹായ് ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ എന്തുണ്ടാക്കാൻ പോകുന്നതെന്നാൽ കോളിഫ്ലവർ ചില്ലിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമ്മൾ വീഡിയോ കൂടെ നോക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കോളിഫ്ലവർ ചില്ലിയാണ്. ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായി നോക്കാം. നമ്മൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിൽ വെള്ളം, ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച കോളിഫ്ലവറാണ് ഇട്ട് കൊടുക്കുന്നത്. കോളിഫ്ലവർ ഞാൻ ഒരു കോളിഫ്ലവറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നല്ല കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേവിച്ചെടുത്തതിന് ശേഷം നമ്മളിങ്ങനെ വെള്ളം വാരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 4 സ്പൂൺ കോൺഫ്ലവർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് 2 സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ മുളക് പൊടിയും നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് വേണമെങ്കിൽ എക്സ്ട്രാ ആയിട്ടും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ വെള്ളമാണ് ആഡ് ചെയ്യണത്. വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ നല്ല രീതിക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ പരുവത്തിലായിട്ടുണ്ട്. മിക്സാക്കിയത് കുറച്ച് സ്റ്റിഫായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച കോളിഫ്ലവറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ സ്പൂൺ കൊണ്ട് ഇളക്കുമ്പോൾ എല്ലാത്തിലും മസാല ആകില്ല. അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് നല്ല രീതിക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലാത്തിലും നല്ല മസാല ആകണ പോലെ മിക്സാക്കിയിട്ട് ഇത് കുറച്ച് നേരത്തിന് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് നോർമൽ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്, കോക്കനട്ട് അല്ല. ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഒவ்வொரு കോളിഫ്ലവർ ആയിട്ട് ഇട്ടിട്ട് നമ്മൾ പൊരിച്ചെടുക്കാം. ഇതിങ്ങനെ ഇട്ടാണ് നമ്മൾ തനിച്ചായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കോളിഫ്ലവർ ആണ് ഇത്. നമ്മൾ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നവർക്ക് നമ്മൾ പൊരിച്ചെടുക്കാം. വേവിച്ച ഇതിൽ ഒരു 80% വെന്തുണ്ടാകും. ഇതിലൊരു 20% വെന്താൽ മതി. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ചില്ലി ഇവിടെ റെഡിയാക്കാം. പിന്നെ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതൊരു തട്ടിലേക്കും കൂടി നമ്മൾ വെക്കാം. പിന്നെ സെക്കൻഡ് ബാച്ചായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോണത്. ഇത് മൊത്തം 3 ബാച്ചായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കോളിഫ്ലവർ എത്ര ഉണ്ടെന്നനുസരിച്ചിട്ട് അതിൻ്റെ പോലെ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് പൊരിച്ചെടുക്കാം. ഇതേപോലെ നിങ്ങൾ പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ചില്ലി നിങ്ങൾക്ക് വീട്ടിലേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാണാനും കടയിൽ മേടിച്ചതുപോലെ ഉണ്ടാകും. ടേസ്റ്റ് കടയിൽ മേടിച്ചതിൻ്റെ ഇവിടെ നന്നായിട്ടും ഉണ്ടാകും. ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് എന്തായാലും നോക്കാം. ഇത് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് അഭിപ്രായം കമൻറ്റ് കൂടെ പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നാൽ ലൈക്ക് ചെയ്ത്, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ട് പെട്ടിട്ടുണ്ടായിരുന്നാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും, ഇങ്ങനത്തെ കുറേ വീഡിയോ നിങ്ങൾക്ക് നോക്കണമെന്ന് ആഗ്രഹമായിട്ടുണ്ടായിരുന്ന നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഇതൊക്കെ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോ നിങ്ങൾക്ക് വേഗം വരാനായിട്ട് ഉപകാരപ്പെടും. നല്ല ടേസ്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള കോളിഫ്ലവർ ചില്ലിയാണ്. ഇത് നിങ്ങൾ വീട്ടിൽ എന്തായാലും ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കി.